അശോക സ്തംഭമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. നിലവിൽ അശോക സ്തംഭം മ്യൂസിയത്തിലാണുള്ളത്. ഗ്രേറ്റ് സ്തൂപയ്ക്ക് സമീപത്ത് തന്നെ വേറെയും നിരവധി സ്തൂപങ്ങളുണ്ട്. ബുദ്ധമതത്തിലെ പ്രമുഖ സന്യാസിമാരുടെ തിരുശേഷിപ്പുകൾ അടക്കം ചെയ്ത സ്തൂപങ്ങളാണിവ. തകർന്നുപോയ മൊണാസ്റ്ററിയുടെ അവശേഷിപ്പുകളാണ് സൈറ്റിലെ മറ്റൊരു കാഴ്ച. ഇവിടം സന്ദർശിക്കുമ്പോൾ ഗൈഡിന്റെ സേവനം തീർച്ചയായും തേടേണ്ടതുണ്ട്. ചരിത്രം അറിഞ്ഞു തന്നെ വേണം സാഞ്ചിയിലെ ആർക്കിയോളജിക്കൽ സൈറ്റ് കണ്ടിറങ്ങാൻ. ഭോപ്പാൽ നഗരത്തിന് സമീപത്തുള്ള ഒരു ഗ്രാമത്തിന്റെ കാഴ്ചകളിലേക്കാണ് അവസാനമായി നാം പോകുന്നത്. മേന്ദിക്കി വയലുകളാൽ ചുറ്റപ്പെട്ട കൃഷിപ്പണികൾ ചെയ്ത് ജീവിക്കുന്നവരുടെ ഗ്രാമം. ഗ്രാമത്തിലെ വഴികൾ തന്നെയായിരിക്കും ഇവിടെ ആദ്യം നമ്മെ അത്ഭുതപ്പെടുത്തുക. വളരെ ഇടുങ്ങിയ മൺപാതകളാണ് ഇന്നും മേന്ദിക്കയിലുള്ളത്. പാതകൾക്ക് ഇരുവശവും വീടുകൾ. വീടുകളുടെ അവസ്ഥയും പരിതാപകരം തന്നെ. മേയാൻ ഉപയോഗിച്ചിരിക്കുന്ന ഓടുകളുടെ രൂപം പോലും പ്രാകൃതമാണ്. എങ്കിലും വൃത്തിയോടെയും വെടിപ്പോടെയും ഇവയെല്ലാം നിലനിർത്തുന്നതിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ ജലവിതരണം പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെട്ട നിലയിലാണ്. മിക്ക ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെയും പോലെ ക്ഷേത്രമാണ് മേന്ദിക്കിയിലെയും പ്രധാന സ്ഥാപനം. ഹിന്ദു ആർക്കിടെക്ചറിലുള്ള ഗോപുരത്തോടു കൂടിയ ക്ഷേത്രം വളരെ ശ്രദ്ധയോടെ ഇവർ പരിപാലിക്കുന്നു. പഴമയും പുതുമയും കൈകോർക്കുന്ന ഭോപ്പാൽ നഗരം സന്ദർശകർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. ചരിത്രവും സംസ്കാരവും പ്രകൃതി സൗന്ദര്യവും ഒത്തുചേരുന്ന ഭോപ്പാൽ തന്റെ പഴയ പ്രൗഢി വീണ്ടെടുത്ത് ടൂറിസം രംഗത്ത് കൂടുതൽ ഉയരും എന്ന പ്രതീക്ഷയോടെ ഈ യാത്ര അവസാനിപ്പിക്കാം.